നമസ്കാരം. ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായും വിച്ഛേദിച്ച് ഇസ്രായേൽ. ഗാസയിലെ ഹമാസ് തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തുന്നതിനായി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നേരത്തെ പല തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ വൈദ്യുതി വിച്ഛേദിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ ഗാസയിലേക്കുള്ള ഭക്ഷ്യ അവശ്യ വസ്തുക്കളുടെ വിതരണവും ഇസ്രായേൽ തടസ്സപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 6 ലക്ഷത്തോളം പേരെ ഇത് ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഗാസയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അവിടെ ഇപ്പോൾ വിറകോ പാചകവാതകമോ കിട്ടാനില്ല എന്നുള്ളതാണ്. ആളുകൾ ആഹാരം പാചകം ചെയ്യുന്നത് തന്നെ വൈദ്യുതി ഉപയോഗിച്ചാണ്. അങ്ങനെ പെട്ടെന്ന് വൈദ്യുതി വിച്ഛേദിക്കുമ്പോൾ ഗാസയിലെ ആളുകൾ വല്ലാത്ത ദുരിതത്തിലാകും എന്നാണ് ഇപ്പോൾ പല മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നത്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരും എന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസ് തീവ്രവാദികളുമായുള്ള 1-ാം ഘട്ടം വെടിനിർത്തൽ പൂർത്തിയായി കഴിഞ്ഞു. 2-ാം ഘട്ടത്തിനായുള്ള ചർച്ചകൾ എങ്ങും എത്താത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്രയും വേഗം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ നൽകുന്ന മറ്റൊരു വിശദീകരണം, തങ്ങൾ 2023 ഒക്ടോബർ 7 തന്നെ ഇസ്രായേലിലേക്കുള്ള വൈദ്യുതി വിതരണം നിർത്തിവെച്ചിരുന്നു എന്നാണ്. എന്നാൽ കഴിഞ്ഞ വർഷം നവംബറിൽ മാത്രമാണ് ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം പുനരാരംഭിച്ചത്. അത് മൊത്തത്തിലല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു ജലശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള വൈദ്യുതി മാത്രമാണ് അനുവദിച്ചിരുന്നത് എന്നും അതാണ് ഇപ്പോൾ തങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നത് എന്നുമാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം നൽകുന്ന ഒരു ശുദ്ധജല പ്ലാന്റാണ് ഇത് കൂടാതെ മറ്റ് 2 ശുദ്ധജല പ്ലാന്റുകൾ മാത്രമാണ് ഗാസയിലുള്ളത്. ഗാസയിലേക്കുള്ള പൈപ്പ് ലൈനുകൾ ബ്ലോക്ക് ചെയ്തതായും അവിടെ ശുദ്ധജല വിതരണം തടസ്സപ്പെടുത്താനുമൊക്കെ ഇസ്രായേൽ ശ്രമിക്കുന്നതായിട്ടാണ് ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ആരോപിക്കുന്നത്. നിരവധി മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തകരുമൊക്കെ തന്നെ ഇസ്രായേൽ വൈദ്യുതി വിച്ഛേദിച്ചതിനും അവശ്യ സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെടുത്തിയതിനുമൊക്കെ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന്, ഗാസയിലെ ഹമാസ് താവളങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിരവധി ഇസ്രായേൽ ബന്ദികൾ കഴിയുന്നത്. അവരെയും ഈ ഒരു തീരുമാനം വല്ലാത്ത പ്രതിസന്ധിയിലാക്കും എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ഹമാസിനെ കീഴ്പ്പെടുത്തുക തന്നെ വേണം എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ നിലപാട്. ഇക്കാര്യത്തിൽ ഇസ്രായേൽ എന്ത് തീരുമാനമെടുത്താൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയുടെ ഭാഗമായിട്ടായിരിക്കാം ഗാസയിൽ ഘട്ടം ഘട്ടങ്ങളായി ഇത്തരത്തിലുള്ള ഓരോ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഏറ്റവും ഒടുവിൽ അതൊരു ആക്രമണത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തീരുമാനം ഈ രാജ്യങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. തീർത്തും ഹമാസ് തീവ്രവാദികളെ നിസ്സഹായരും നിരായുധരുമാക്കിയതിന് ശേഷം മാത്രം ആക്രമിക്കുക, അപ്പോഴേക്കും തങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം വിജയകരമായി മുന്നേറാൻ സഹായിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത്. ഏതായാലും ഈ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തിയതിനെതിരെ വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഐക്യരാഷ്ട്ര സഭ ഇതിൽ ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.